ചെറിയ സ്പേസ് ആയിക്കോട്ടെ വലിയ സ്പേസ് ആയിക്കോട്ടെ ഏത് സ്പേസിലും നമുക്ക് ഈസിലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള 5 വഴികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ സ്പേസ് എന്ന് നോക്കാം. ഏത് സ്പേസിലാണോ നമുക്ക് സമയവും കാലവും മറന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, പ്ലസന്റ് ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്, കാരണമില്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള സ്പേസിനെ നമുക്ക് പോസിറ്റിവിറ്റി നിറഞ്ഞ സ്പേസ് എന്ന് പറയാം. നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഓരോ മൊമെന്റിലും ഈ ചുറ്റുപാടുമുള്ള വൈബ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ 5 സെൻസ് ഓർഗൻസിലൂടെയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഉള്ള പോലെ കീബോർഡ് എന്ന ഇൻപുട്ട് ഡിവൈസിലൂടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയാണ് മോണിറ്റർ എന്ന ഔട്ട്പുട്ട് ഡിവൈസിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ ചുറ്റുപാടുമുള്ള വൈബ് എന്താണോ അത് അങ്ങനെ തന്നെ 5 സെൻസ് ഓർഗൻസ് സ്വീകരിക്കും. ഈ സ്വീകരിക്കുന്നതിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ ചിന്തകളും ഡിസിഷൻസും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിനെ തന്നെ ഈ സറൗണ്ടിങ് എനർജി ബാധിക്കുന്നത്. അപ്പോൾ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് ത്രൂ യുവർ ഐസ്. നമ്മൾ വീട് മനോഹരമായിട്ട് ഒരുക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിലും പ്രാധാന്യമുള്ളൊരു കാര്യം നമ്മൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഉറപ്പായിട്ടും നീറ്റായി സൂക്ഷിക്കണം. ഫോർ എക്സാമ്പിൾ ബെഡ്റൂം, സൈഡ് ടേബിൾ, ഡ്രസ്സിംഗ് ഏരിയ, വാർഡ്രോബ്സ്, വർക്ക് ടേബിളിലെ ഡ്രോയേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് പൊതുവെ കണ്ടുവരുന്നൊരു കാര്യം, നമ്മൾ കാണുന്ന ഏരിയാസ് എല്ലാം നീറ്റാക്കി ഇട്ടിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഈ ഡ്രോയേഴ്സിലോട്ടങ്ങ് വയ്ക്കും. എന്നിട്ട് ഒരേ ദിവസം നമ്മൾ തന്നെയായിരിക്കും 5-10 തവണ ഇതേ ഡ്രോയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംപ്രഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലല്ല, നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻസിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഒരു 5-10 തവണ ഓരോ ദിവസവും തുറക്കുന്നത് ഈ ക്ലട്ടർ നിറഞ്ഞ ഡ്രോയേഴ്സ് ആണെങ്കിലും നമ്മുടെ മൈൻഡിലും അതേ ഇംപ്രഷൻ ആയിരിക്കും വരുന്നത്. സോ that is very important. Maintain your area neat, clean and clutter free. അതിൽ നമ്മുടെ ഇംപ്രഷൻസ് ആണ് മാറ്റേഴ്സ്. സോ ബി aware of your drawers. സെക്കൻഡ് മെത്തേഡ് ഇസ് ഇയേഴ്സ്. സൗണ്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ സറൗണ്ടിങ് സ്പേസിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള നോയ്സിനെയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രാധാന്യം നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീൻ ആയിക്കോട്ടെ, സന്തോഷമുള്ള സീൻ ആയിക്കോട്ടെ, ഈ സിനിമയിൽ കാണുന്ന എല്ലാ ഭാവങ്ങളെയും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പേസിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള നോയ്സുകൾ എന്നാൽ ചിലപ്പോൾ ഡോർ തുറക്കുമ്പോഴുള്ളൊരു സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചെയറിൻ്റെ സൗണ്ട് ആയിരിക്കാം, ഫാനിൻ്റെ സൗണ്ട് ആയിരിക്കാം, വാൾ ഹാങ്ങിങ് കലണ്ടേഴ്സിൻ്റെ സൗണ്ട് ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെ ഇറിറ്റേറ്റിംഗ് സൗണ്ട് ഉണ്ടോ ഇതിനൊക്കെ നമ്മൾ ഇല്ലാതാക്കണം. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. തേർഡ് ഇസ് നോസ്. നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് ക്ലട്ടറായിട്ട് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. നമ്മൾ സ്പേസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഡസ്റ്റ് ഫ്രീ സ്പേസ് ആയിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ടു മെയിൻറ്റെയിൻ ദി എയർ ക്വാളിറ്റി. ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ ഹാവ് എ കപ്പിൾ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് അറ്റ് യുവർ വർക്ക് ഡെസ്ക് ആൻഡ് യുവർ ലിവിങ് സ്പേസ്. സോ ഇതിനൊക്കെ പുറമെ നമുക്ക് ഈ സ്പേസിൻ്റെ വൈബിനെ ഒന്നുകൂടെ പോസിറ്റീവ് ആക്കാൻ യു ക്യാൻ യൂസ് ഫ്രാഗ്രൻസ്, കാൻഡിൽസ്. ഓക്കെ, സോ തേർഡ് വൺ ഇസ് എൻഷുർ എ dust-free space and have a couple of indoor plants at your workspace and living space. Fourth one is touch. See, when you're planning your living space, add a couple of cushions. So main idea is to make a comfortable seating. നമ്മൾ രാവിലെ തൊട്ട് ഈവനിങ് വരെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ have a cushion at your back. I have one. It adds more comfort to you. So Vaasthu is about making you comfortable and relaxed. അതുപോലെ നമ്മുടെ ടേബിൾ ടോപ്സ് അവോയ്ഡ് റഫ് ടേബിൾ ടോപ്സ്. ഹാവ് എ സ്മൂത്ത് ടേബിൾസ് ആൻഡ് ഹാവ് സ്മൂത്ത് കോർണേഴ്സ്. So this is all about the fourth one, touch.
പറയുന്ന വാക്കുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സ്ഥലത്ത് പോയി മുന്നേ പറഞ്ഞ 4 കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ സ്പേസ് ആണ്. പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഒരാളുടെ വായിൽ നിന്ന് നമുക്കൊരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മുന്നേ ഉള്ള എല്ലാം നമ്മൾ മറന്നുപോകും. പിന്നെ ആ സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി പോലും ചിന്തിക്കില്ല. സോ 5th one is very important. Communicate things gently and positively. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 5 മെത്തേഡ്, ദീസ് ആർ ക്ലെൻസിങ് ആക്ടിവിറ്റി. ദീസ് ആർ നോട്ട് എൻ ഓൾട്ടർനേറ്റീവ് ഫോർ ദി പൊസിഷൻ ചെക്ക്. നമ്മൾ വീടോ ഓഫീസോ പ്ലാൻ ചെയ്യുമ്പോൾ പൊസിഷൻ ചെക്കിനുള്ള ഓൾട്ടർനേറ്റീവ് അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു, ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേർപ്പസ് തന്നെ നഷ്ടപ്പെടുക. സോ എന്ത് ചെയ്യണം? അതിനെ റിപ്പയർ ചെയ്തെടുക്കും. പക്ഷേ ദിസ് ഇസ് നോട്ട് എൻ ഓൾട്ടർനേറ്റീവ് ഫോർ നീറ്റ്ലി വാഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്. അല്ലേ, അത് നീറ്റായിട്ട് വാഷ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക എന്നതിന് ഓൾട്ടർനേറ്റീവ് അല്ല ആ സ്റ്റിച്ച് ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരെണ്ണം ഇതിൻ്റെ ക്ലെൻസിങ് ആക്ടിവിറ്റി ആണെങ്കിൽ ഒരെണ്ണം ഇതിൻ്റെ പേർപ്പസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ ഈ 5 മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ദിസ് ആർ ഈസിലി ഇംപ്ലിമെൻറ്റബിൾ ആൻഡ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത നെക്സ്റ്റ് സെക്കൻഡ് മുതൽ തന്നെ യു ക്യാൻ ഫീൽ ദ ഡിഫറൻറ്റ്. സോ യൂസ് ഇറ്റ് ആൻഡ് എൻജോയ്. താങ്ക് യു.